അമ്പലത്തിലെ പൂരാണ്. പൂരത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പം അന്ന് ഗാനമേള ഉണ്ട് പറഞ്ഞിട്ട് അതിനും പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാവുന്നത്. അങ്ങനെ റെഡിയായി കഴിഞ്ഞ് കണ്ണാടി നോക്കുമ്പോഴാണ് എന്തോ ഒരു കുറവുണ്ടെന്ന് തോന്നിയത്. വേറെ ഒന്നുമല്ല, സിന്ദൂരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സിന്ദൂരമൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഇത് അവിടെ കല്ലടിക്കോടിന് ഈ ഭാഗത്തായിട്ട് ഒരു പള്ളിയുണ്ട്. അപ്പം ഞങ്ങൾ ഇതിനെ പോകുന്ന മിക്കവാറും സമയത്തൊക്കെ ഇതിൽ പറ്റുന്നത്ര ഒരു ചെറിയൊരു പൈസ ഞങ്ങൾ ഇതിലിടാറുണ്ട് കേട്ടോ. അത് ഞങ്ങൾ അധികം മുടക്കാറില്ല. പ്ലാപ്പറ്റ ചെറിയ നാലിശ്ശേരി കാവിക്കാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ അവിടെയാണ് പൂരമുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്താറായപ്പോൾ തന്നെ കാളകളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. ഇത്രയും സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ ഒരു വട്ടേ ഇവിടുത്തെ അമ്പലത്തിലത്തെ പൂരത്തിന് പോയിട്ടുള്ളൂ. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് പോണത്. അപ്പം ഞാനും കണ്ണനും ആമിയും ഏട്ടനാണ് പൂരത്തിന് വന്നിരിക്കുന്നത്. അമ്പിളീനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അമ്പിളി ഇല്ല പറഞ്ഞു. അപ്പോൾ അവളവിടെ അച്ഛമ്മൻ്റെ വീട്ടിലോട്ടാക്കി. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ ഗാനമേളൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. അവിടെ ആൾക്കാരൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് പ്രസാദമൊക്കെ മേടിച്ചു കേട്ടോ. എൻ്റെ ഈ വീഡിയോ എടുക്കുന്നത് ഏട്ടനാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമ്പോൾ എന്നെ ചീത്ത പറഞ്ഞിരിക്കുന്ന ആളാണ്. ഞാൻ അറിയാതെയാണ് എൻ്റെ ഈ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്. ഞാൻ ഫോണും കൈ കൊടുത്തിട്ടായിരുന്നു പോയത്. എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഇങ്ങനെയൊന്നും നടക്കില്ല. അങ്ങനെ ഞങ്ങൾ കുറിയൊക്കെ തൊട്ടു. ഈ സമയത്ത് അവിടെ എൻ്റെ ഫേവറേറ്റ് പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ എണീച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുടങ്ങാതെ കേൾക്കണ ഒരു പാട്ടാണ് കേട്ടോ. ഈ പാട്ട് രാവിലെ തന്നെ കേൾക്കുന്നത് നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അങ്ങനെ ആ പാട്ടൊക്കെ കേൾക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം അതിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു. എന്നിട്ട് പൊരിമുറുക്കും മേടിക്കാൻ വേണ്ടിയിട്ട് കയറി. പിന്നെ വേറൊരു കടയിൽ നിന്ന് അലുവയും വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ അവിടെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ പൈനാപ്പിൾ ഉണ്ടായിരുന്നു. ആ പൈനാപ്പിളാണ് ഏട്ടൻ മേടിച്ചത് കേട്ടോ. ആ ഒരു ചെറിയ ഗ്ലാസ്സിന് 20 രൂപയായിരുന്നു. ഞാൻ കുറേ വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആമിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ.